ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. ദാമ്പത്യബന്ധം മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ നല്ല രീതിയിൽ സ്മൂത്തായി പോകാൻ എന്തൊക്കെ ചെയ്യണം? പല ആൾക്കാർക്കും സംശയമാണ്. മാത്രമല്ല, നിലവിലെ സാഹചര്യത്തിൽ ദാമ്പത്യബന്ധം തകരുന്നത്, ഡിവോഴ്സൊക്കെ വളരെയധികം കൂടുതലാണ്. ചെറിയ കാര്യത്തിന് അല്ലെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഡിവോഴ്സ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളതെന്ന് തമാശക്ക് പലരും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണോ, അല്ലെങ്കിൽ ഇത് പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്യണം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യം ഒരു ദാമ്പത്യ ബന്ധത്തിൽ വേണ്ട ഒരു കാര്യമാണ് അണ്ടർസ്റ്റാൻഡിങ്. നല്ല രീതിയിൽ പരസ്പരം മനസ്സിലാക്കുന്നൊരു സാഹചര്യം. പൊതുവേ നമ്മൾ പറയും ദാമ്പത്യത്തിൽ വേണ്ടത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്ന്. പക്ഷേ അങ്ങനെയല്ല. അഡ്ജസ്റ്റ്മെൻ്റ് ഒരു പരിധിയുണ്ട്. പരിധിക്കപ്പുറം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ബസ്സിൽ പോകണം, നല്ല തിരക്കുള്ള ബസ്. 2 സ്റ്റോപ്പ് അപ്പുറത്തിന് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യും. കാരണം ഇറങ്ങാനായല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ ഏകദേശം 2-3 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ടെങ്കിൽ, നല്ല തിരക്കുള്ള ബസ്സിലാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പമല്ല, അവിടെ കുറച്ചധികം പ്രയാസമാണ്. പിന്നെ നിങ്ങൾ ആ യാത്ര തുടരണമെങ്കിൽ ആ യാത്ര നിർബന്ധിതമായ അവസ്ഥ ആയിരിക്കണം. അതായത് അത്രയും അത്യാവശ്യമാണ്. മാത്രവുമല്ല, ആ ബസ്സിൽ പോയാലേ സമയത്ത് എത്തൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അതിനെ മെല്ലെ അഡാപ്റ്റ് ചെയ്യാൻ, പൊരുത്തപ്പെടാൻ ശ്രമിക്കും. അല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യില്ല. നിങ്ങളെന്തൊക്കെ വേഗം ഇറങ്ങും, അടുത്ത ബസ് ഉണ്ടോ നോക്കും, അല്ലെങ്കിൽ അവിടെ തന്നെ സീറ്റ് കിട്ടാനുള്ള തന്ത്രപ്പാടൊക്കെ നടത്തും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ജീവിതം. അതായത് കുറച്ചൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ വീട്ടിൽ പോയിട്ട് 2 ദിവസം താമസിക്കുകയാണെങ്കിൽ നമ്മൾ അവിടുത്തെ സാഹചര്യങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം 2 ദിവസമല്ലേ. അല്ലെങ്കിൽ ഒരു വേറെ നാട്ടിൽ പോകുകയാണെങ്കിലൊക്കെ ഫുഡ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ദാമ്പത്യം എന്ന് പറയുന്നത് 1-2 ദിവസത്തിനുള്ളതല്ല, ഒരു ലോങ് ടേമിൽ റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദീർഘകാല അടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാവും. കാരണം ഇങ്ങനെ ചിന്തിച്ച് കൂട്ടും. അതായത് ഞാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാണ്, ഞാൻ ഇത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് ചിന്തകൾ വരും. അതുകൊണ്ട് തന്നെ ഒന്നാമത് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല വേണ്ടത്, അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം മനസ്സിലാക്കലാണ്. രണ്ടാമത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഡാപ്റ്റബിലിറ്റിയാണ്. അതായത് പൊരുത്തപ്പെടാൻ സാധിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മൾ സിംഗിളാവുന്ന സമയത്ത് ജീവിക്കുന്ന ഒരു ജീവിത രീതിയല്ല ഫാമിലി ആകുമ്പോൾ. അത് ഭാര്യ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആകുമ്പോൾ അതൊക്കെ രീതികൾ മാറും. പ്രത്യേകിച്ച് നമ്മുടെ പല താല്പര്യങ്ങളും ത്യജിക്കേണ്ടി വരും. അത് സത്യം പറഞ്ഞാൽ പല ആൾക്കാരും ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡാണ് സെൽഫിഷ്നെസ്. അതായത് എൻ്റെ കാര്യം ഞാൻ. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു ഫാമിലി ആകുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ ഉറക്കിൻ്റെ കാര്യത്തിലടക്കം വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു കുട്ടി, നിങ്ങൾക്ക് കുട്ടിയെ വിചാരിച്ചോ, കുട്ടി രാത്രി ഉറക്കൊഴിഞ്ഞ് കരയുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നമുക്ക് കൂർക്കം വലിച്ച് ഉറങ്ങാൻ സാധിക്കില്ല. ആ സമയത്ത് ഉറക്കൊഴിയേണ്ടി വരും. ആ ഉറക്കൊഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയും നമ്മുടെ പഠനത്തെയും മറ്റ് ഇതര കാര്യങ്ങളൊക്കെ ബാധിക്കും. പക്ഷെ അവിടെ നമുക്ക് നിവൃത്തിയില്ല. ഫാമിലി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, കൊടുക്കൽ വാങ്ങലുകളൊക്കെ വേണ്ടി വരും, പൊരുത്തപ്പെടേണ്ടി വരും. മാത്രവുമല്ല, ഇപ്പോൾ ഹസ്ബൻഡ് ആവട്ടെ വൈഫ് ആവട്ടെ പല സാഹചര്യങ്ങൾ ജീവിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇപ്പോൾ വൈഫ് ഹസ്ബൻഡ് വീട്ടിൽ താമസിക്കേണ്ടി വരും, തിരിച്ചും കണ്ണൂരിലൊക്കെ ആണെങ്കിൽ ഹസ്ബൻഡ് വൈഫിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇവർ വീടെടുത്ത് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം വരും. ഇങ്ങനെ മാറി താമസിക്കേണ്ട സാഹചര്യത്തിൽ ഉത്തരവാദിത്തങ്ങൾ കൂടും. ചെലവിൻ്റെ കാര്യങ്ങൾ, വീട്ടിലെ സാഹചര്യം, വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലെ പണികൾ, ഇതൊക്കെ നമ്മൾ പൊരുത്തപ്പെടേണ്ടി വരും. നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഉത്തരവാദിത്തങ്ങൾ ഒരാൾക്ക് മാത്രമാകുമ്പോൾ അയാൾക്ക് താങ്ങാൻ പറ്റില്ല, അയാൾ അപ്സെറ്റ് ആവും. അപ്പോൾ 2 പേരും ഡിവൈഡ് ചെയ്യേണ്ടി വരും വ്യത്യസ്തമായി. ഉദാഹരണം പറയാം, ഒരാൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ മറ്റാൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. അത് പല രീതിയിൽ ചെയ്യേണ്ടി വരും. ഇങ്ങനെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണ്ടി വരും, സിറ്റുവേഷനായിട്ട് പൊരുത്തപ്പെടേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷനായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാതിരിക്കുന്ന സാഹചര്യം, എൻ്റെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന, പരിതപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ബന്ധം മുന്നോട്ട് പോകില്ല. പിന്നെ അതേപോലെ മറ്റൊന്ന് വേണ്ടതാണ് മ്യൂച്വൽ റെസ്പെക്റ്റ്, പരസ്പര ബഹുമാനം. പ്രത്യേകിച്ച് ഓരോരുത്തർക്കും അവർക്ക് അർഹിക്കുന്ന ബഹുമാനം നൽകിയേ തീരും. അപ്പോൾ പലപ്പോഴും പറയുന്നതാണ്, ഭാര്യമാരൊക്കെ വീട്ടിലെ മൊത്തം പണിയെടുത്ത് കഴിഞ്ഞാലും ചില ഭർത്താക്കന്മാർ പറയും, നിനക്ക് ഇവിടെ എന്താ പണിയുള്ള, ഒരു പണിയില്ലല്ലോ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർ ചെയ്യുന്ന വർക്കിനൊന്നും ഒരു തരത്തിലും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള സാഹചര്യമാണ്. അപ്പോൾ തിരിച്ചും അങ്ങനെ റെസ്പെക്റ്റ് കിട്ടേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത പാർട്ട്ണർ എന്നത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആകെ തകർന്ന് തരിപ്പണാവും. അപ്പോൾ അത് നിർബന്ധമായിട്ടും ബന്ധങ്ങൾ ഉണ്ടായേ തീരും. 4ാമത് കമ്മ്യൂണിക്കേഷൻ. വളരെ നിർബന്ധമായും പാർട്ട്നേഴ്സിൽ ഉണ്ടാവേണ്ടതാണ് ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, എന്തും തുറന്ന് പറയാനുള്ള മനസ്ഥിതി. അപ്പോൾ അവിടെയാണ് വിഷയം വരുന്നത്. വൾണറബിളായ നമ്മളെ ബാധിക്കുന്ന ചില വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അപ്പോൾ അപ്സെറ്റ് ആവും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ അടുത്ത് ഒരു കേസിലുണ്ടായിരുന്നു, ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് സംതൃപ്തി, സെക്സ്വലായിട്ടുള്ള സംതൃപ്തി കിട്ടുന്നില്ല. ആ കിട്ടാത്തപ്പോൾ അവർ ഓപ്പണായിട്ട് പറഞ്ഞപ്പോൾ ഇയാൾക്ക് സഹിക്കാൻ പറ്റില്ല. ഇയാൾക്കൊരു ഇൻസൾട്ടിങ് പോലെ, ഇയാൾ ആകെ തകർന്ന്, ഇയാൾ അതിന് ശേഷം ഭയങ്കര ദേഷ്യം. അങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം അവിടെ വൾണറബിളായ മോശമായ കാര്യങ്ങൾ പോലും പറഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാനും അത് തിരുത്താനുള്ള മനസ്ഥിതി ഉണ്ടാവണം. അപ്പോൾ ആക്സെപ്റ്റൻസ് എന്നുള്ളൊരു പോയിൻ്റാണ് അടുത്ത് പറയാനുള്ളത്. 2 കൂടി ചേർത്ത് വെക്കുക. അതായത് കമ്മ്യൂണിക്കേഷൻ, ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനുള്ള മനസ്ഥിതി ഉണ്ടാവണം. അവിടെ ഞാൻ ഒരു പോയിന്റ് വെക്കുകയാണ്, ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദാമ്പത്യത്തെ ബാധിക്കും. അതെന്താണെന്ന് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പിന്നീട് ചെയ്യാം. ഏതുമാകട്ടെ, മാക്സിമം ഓപ്പണായിട്ട് നമ്മളെ കാര്യങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ, നമ്മുടെ താല്പര്യങ്ങൾ
ഭർത്താവിൽ നിന്ന് അല്ലെങ്കിൽ ഭാര്യയിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യണം. ആ ഷെയർ ചെയ്താൽ പോരാ, അടുത്ത പോയിന്റ് കൂടി ഉണ്ടാവണം. അത് അതേ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. എന്തിനാണ് എൻ്റെ വൈഫ് എന്നോട് ഇത് പറഞ്ഞത്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇത് പറഞ്ഞത്, ഞാൻ തിരുത്താൻ വേണ്ടിയിട്ടാണോ, അത് തിരുത്തേണ്ടതാണോ, എൻ്റെ ഭാഗത്ത് അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാണോ, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചതാണോ എന്നൊക്കെ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. പ്രത്യേകിച്ച് ഇവിടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു വിഷയം കൂടി പറയാം. നമ്മളെ നാർസിസ്റ്റിക് പാരൻറ്റിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പല കാര്യങ്ങളും ആവശ്യപ്പെടും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവരെ പറ്റി പ്രത്യേക വീഡിയോ പറഞ്ഞുണ്ട്. അവർക്കിതൊന്നും ബാധകമല്ല. കാരണം അവരെ ആവശ്യത്തിലേക്ക് ഇങ്ങനെ ഭാര്യനെ എത്തിക്കും, അല്ലെങ്കിൽ ഭർത്താവിനെ എത്തിക്കും. അതല്ല ഉദ്ദേശിക്കുന്നത്. നോർമലായ ഒരു കപ്പിളിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയുകയും അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ നിർബന്ധമായിട്ട് ഉണ്ടാവണം. അടുത്ത ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാവേണ്ടതാണ് ട്രസ്റ്റ്, വിശ്വാസം, പരസ്പര വിശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും എല്ലാ കാര്യങ്ങളും പറയരുത്, പ്രത്യേകിച്ച് നമ്മുടെ മുൻ അഫെയറൊക്കെ പറയരുത് എന്ന് പറയാറുണ്ട്. ഞാൻ തന്നെ ഈ വിഷയത്തിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് തന്നെ കാണാം. അതുകൊണ്ട് ആ വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ ട്രസ്റ്റ് ഉണ്ടാവണം. ട്രസ്റ്റ് തകർക്കുന്ന ഒരു സംഗതികളും ഉണ്ടാവാൻ പാടില്ല. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ എത്ര നല്ല ബന്ധമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചില സൗന്ദര്യ പിണക്കങ്ങൾ, കുഞ്ഞു പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വലുതാവാതെ, അത് വഷളാവാതെ, അത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ചെയ്യാൻ പറ്റണം. അതായത് അത് പരിഹരിക്കാൻ പറ്റണം. നമുക്ക് മിക്ക കേസിൽ എന്താ സംഭവിക്കുക, പാരൻസിനെ അറിയും, മറ്റുള്ളവർക്കൊക്കെ അറിയും, എല്ലാവർക്കും അറിഞ്ഞ്, നാട്ടുകാർക്കും ഒക്കെ മൊത്തം അറിഞ്ഞ് അതാകെ ഒരു അൽക്കുൽത്ത് എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ വളരെയധികം മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ കൂടുതൽ പരിഹരിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവില്ല, കോടതിയിലേക്ക് എത്തും. അതിനു മുമ്പ് തന്നെ നമുക്ക് തന്നെ രണ്ടുപേർക്കും, ഭാര്യയ്ക്കും ഭർത്താവിനും കോൺഫ്ലിക്റ്റ് പരിഹരിക്കാനുള്ള കഴിവുണ്ടാക്കണം. അത് പരിഹരിക്കാനുള്ള കഴിവ് ആർജിച്ചേ തീരും. അതാണ് അടുത്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സപ്പോർട്ട്. നമുക്കറിയാം, വ്യത്യസ്തമായ മേഖലയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ പല രീതിയിലും ജോലിക്കും വീട്ടുകാര്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതിനപ്പുറത്തേക്ക് അപ്രിസിയേഷൻ, അഭിനന്ദിക്കാൻ മറക്കണ്ട. നമ്മളെ ഒരു കുഞ്ഞു കാര്യങ്ങൾ, നമ്മളെ പാർട്ട്ണറിൻ്റെ കുഞ്ഞു കാര്യങ്ങൾ, നമുക്ക് വേണ്ടി ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ അപ്രിഷിയേറ്റ്, അഭിനന്ദിക്കുക. നീ ആ ചെയ്തത് എത്ര നന്നായി, നീ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടായി എന്നൊക്കെ ആത്മാർത്ഥമായിട്ട്, വെറുതെ അല്ല, കളവ് പറയരുത്, അമിതമായി അനാവശ്യമായി പുകഴ്ത്തരുത്. അത് പണി കിട്ടും. ആവശ്യത്തിന് കൃത്യമായി ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് അഭിനന്ദിക്കുക, സപ്പോർട്ട് ചെയ്യാം. ഈ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇതിനെപ്പറ്റി ഓരോന്നിനെ പറ്റി നമുക്ക് വിശദമായിട്ട് പിന്നീട് ചർച്ച ചെയ്യാം. ഏതുമാവട്ടെ, നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞതിൽ എതിരഭിപ്രായമുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റിൽ പറയാം. നമുക്ക് വീണ്ടും കാണാം. നന്ദി.